എവിടെ പോയി കിടക്കായിരുന്നോ താൻ ഇത്ര സമയം? ഞാൻ എത്ര സമയം ഇവിടെ ഒന്ന് പോസ്റ്റ് എടുത്തിട്ടില്ലെന്ന് ചെവിന്നൊന്ന് ഊരുവോ? ഇതൊക്കെ വെച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഇത് ഞാൻ വൈബിന് വേണ്ടിട്ട് ഇങ്ങനെ വെക്കണല്ലേ. എടോ ഞാൻ എത്ര സമയമായി പണിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. കാല് വേന എടുക്കുന്നത് എനിക്ക് ഓഫീസിലാണെങ്കിൽ തലപ്രാന്ത് പിടിക്കുന്ന പണിയാണ്, തനിക്ക് അറിയാമല്ലോ. എന്നിട്ട് ഞാൻ ഇത്രയും സമയം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കണം. തനിക്കാണെങ്കിൽ ഒരു പണിയും കൂലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കല്ലേ? തനിക്ക് നേരത്തെ വന്നുകൂടായിരുന്നോ? അതിന് സമയമൊന്നും പറഞ്ഞില്ല, ഈവനിങ് കാണാന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്തിനാണ് ഇവിടെ നിന്ന് സമയം കളയണത്? നമുക്ക് പോവാം. അതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ നിന്ന് സമയം കളഞ്ഞ് സംസാരിച്ച് സമയം കളയുന്നത്? അങ്ങോട്ടാ അതൊക്കെ പറയുന്ന വണ്ടി എടുക്കും. എനിക്ക് തൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചത് പറയാൻ പറ്റത്തില്ലല്ലോ. താൻ വണ്ടി എടുക്ക്. എടോ പറയടോ, ഇവിടെ വെച്ച് പറയാൻ. എടോ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന്. താൻ വണ്ടി എടുക്ക്. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലെന്ന് പിന്നെ എവിടെ വെച്ച് പറയാനാ? ദൈവമേ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തന്നെ. നീ മറ്റേ കാര്യമാണ്. എന്ത് പറയാനെന്ന് എന്താ ഏടി എൻ്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നാട്ടുകാരെ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ ഇട്ടേക്കണം. നാട്ടുകാരെ കൂടി ഒരു അവിഹിതം പിടിച്ചെന്നും പറഞ്ഞ വീഡിയോ ഇട്ടെന്നും പറഞ്ഞാൽ അടി മൊത്തം ബഹളം വൃത്തികേട്. നാട്ടുകാരെ കാര്യം പറഞ്ഞു ഭയങ്കര സദാചാര പ്രശ്നമല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിലയും കൊടുക്കാത്തവർക്കും ഒരു ആത്മാർത്ഥം കാണിക്കാത്തവർക്കും നല്ല ഇടി കിട്ടണം. ഇടി കൊടുക്കേണ്ട കാര്യം. സപ്പോസ് എനിക്കാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേറെണ്ടെന്ന് വെച്ചു, പറ എന്ത് ചെയ്യും? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്യൂ. പിന്നെ ഇൻഷുറൻസ് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലേ? ആ ഉണ്ട്. ഞാനല്ലേ നോമിനി? അതെ, താനാണ് നോമിനി. എന്തേ? ആത്മാർത്ഥ ഉള്ള പക്ഷിക്ക് നെഞ്ചത്ത് വെടി, ആത്മാർത്ഥ ഇല്ലാത്ത പക്ഷിക്ക് തലക്ക് വെടി. എന്താടാ എന്താണ് തലയില് വെടി? തലയില് വെടിയൊന്നും അല്ല, അപ്പുറത്തെ വണ്ടിയുടെ ടയർ പൊട്ടിയതാ. ഇവനെ കൊണ്ട് എന്തായാലും ഇവിടെ നിർത്തിയത് നന്നായി. എനിക്കേ ഇത് ആ കടയിൽ നിന്ന് ഓണത്തിന്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ട്. അടുത്ത ആഴ്ച ഓണ സെലിബ്രേഷൻ ആണ് ഓഫീസില്. ഞാനൊന്ന് പോയിട്ട് വരാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. തനിക്കെന്തോ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അത് പറയാം, ഇതൊന്ന് കഴിയട്ടെ. അതല്ല, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കിയതാണോ? ഈ വണ്ടിയുടെ പുതുക്കിയാണോ? അങ്ങനെ ചോദിച്ചു. ഈ റോഡിലൊക്കെ MVD ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പ്ലാനാണോ? അതെ, ഞാനും വരാം. അയ്യോ, ഇയാള് വരണ്ട, അവിടെ വന്ന പോസ്റ്റ് ആവും. ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ വെയിറ്റ് ചെയ്താൽ ഈ വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്യണേ. കൂട്ടു പോടാ. മനസ്സിലായി. എന്നോട് ഈ വണ്ടി തന്നെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്തോ ഗുഡായിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള വല്ല പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ഉറക്കത്തെ വെയില്. ആരാ? ഞാൻ കുറെ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്ത് പ്രശ്നം? ആ ഫ്ലാറ്റിന്റെ പുറകില് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. പൊക്കോ, ഒന്ന് പോടോ. പോ. ഇതെന്തോ ഒന്നും എടുത്തില്ലേ? അവിടെ ഒന്നും കൊള്ളൂലോ, ഒരു കളക്ഷനും ഇല്ല. പിന്നെ എനിക്കറിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും അവിടെ കാണൂല. അത് ഞാൻ നേരത്തെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വട്ടാണോ? പിന്നെ എന്തിനാണോ എന്നെ 1 മണിക്കൂർ വെയിലത്ത് നിർത്തിയത്? എടോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ഒരെണ്ണം ചീറ്റിയാലും ബാക്കപ്പ് ഉണ്ടാവുമല്ലോ. തനിക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ? എന്തിന്റെ കാര്യത്തിൽ? അല്ല, ഓണക്കോടിയുടെ കാര്യത്തിൽ ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ഓണം തന്നെ ബാക്കപ്പില്ല, പിന്നെയാണ് ഓണക്കോടി. അതാ ഒരു ഡബിൾ മുണ്ട് ഒരു ഷർട്ടും മേടിച്ചാൽ പോരാ. തലേ ദിവസം അങ്ങനെ പോയി മേടിക്കാം. അവല് കാര്യം പോവാ. അതെ, ആ പറയാനുള്ള ഒന്ന് പറഞ്ഞിരുന്ന മനസമാധാനം കിട്ടിയെന്ന്. എന്താ അത് പറയാം, ഇവിടെ നിന്ന് പറയണമെന്നില്ലല്ലോ. അതെ, തന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? ആ കടയിലെ ഒരാളുടെ ഫോൺ ഉണ്ടായിരുന്നു, അത് പോയി. സംഭവം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് പോലും അല്ല. അതിനകത്തുള്ള ഡേറ്റ ഒക്കെ ഇനി പുറത്തേക്ക് പോകും. തന്റെ ഫോണിന്റെ പാസ്വേഡ് paru@143 തന്നെയല്ലേ?
അതറിഞ്ഞാ മതി. അപ്പൊ വണ്ടി എടുത്തോ. എടോ ആ ഫോൺ തന്നെടോ. ഫോൺ എന്തിനാ? അതായത് ഒരു റീല് കണ്ടായിരുന്നേ, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു 4 ടിപ്സ് ഉണ്ട്. എന്റെ ഫോണിൽ നോക്കട്ടെ. അതൊന്നുമില്ല, തട്ടിപ്പാണ്. തട്ടിപ്പൊന്നും അല്ല, ഞാനൊന്നും നോക്കാം. എന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. ഡോക്യുമെന്റ് പാറു @143. അയ്യോ അച്ഛൻ വിളിക്കുന്നു. എന്റെ അച്ഛന്റെ സ്വന്തം അച്ഛൻ. ഹലോ അച്ഛാ, അച്ഛൻ എത്ര ദിവസം വിളിച്ചിട്ട് കൃത്യസമയത്ത് വിളിച്ചല്ലേ എപ്പോഴെങ്കിലും? ഞാൻ തന്നെ സ്വന്തം മോനാ. ഫോൺ കണ്ടി. എവിടാ എപ്പോ ആര്? ഞാൻ അറിഞ്ഞില്ല. ഞാൻ ദേവന്നി. നിർത്ത്. എന്താ? കടയിലൊന്ന് കയറണം. എന്തിന്? എനിക്കൊരു സാധനം വാങ്ങിക്കാണ്ട്. അതെ, നിന്റെ ഫോൺ ഒന്നേ. എന്തിന്? അതെ, എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. നിന്റെ ഫോണിൽ നിന്ന് കൊടുക്കാന്ന് വെച്ചിട്ടാ. ഗൂഗിൾ പേ വർക്ക് ചെയ്യണല്ലേ? അങ്ങനെയാണ് ഞാൻ കാര്യം പറഞ്ഞത്. അവിടെ ദൂരെ ഒരു ATM ഉണ്ട്, ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. അല്ല, ഫോൺ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താന്നേ? ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് ചെയ്യാൻ. ആരതി കോളിംഗ്. ഹലോ. ഹലോ, ഞാൻ ആരതിയാണ്. ഓർമ്മയുണ്ടോ? ആരതിയോ? മറക്കാൻ പറ്റുമോ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ഈവനിങ് ഒരു വീഡിയോ കോളിന് വരാൻ പറ്റുമോ? വിൽ ടോക്ക്. എത്ര മണിക്ക്? ഒരു 5 o'clock. ഓക്കെ. ബൈ. ആരാരതി?